തെലുങ്ക് പ്രേക്ഷകരിൽ നിന്ന് ഇതിനു മുൻപ് ഏറ്റവും മികച്ച പ്രതികരണം നേടിയ മലയാള ചിത്രം നസ്ലിനും മമിത ബൈജുവും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രേമലു ആയിരുന്നു. ഇപ്പോഴിതാ ആ വഴിയെ നീങ്ങുകയാണ് മറ്റൊരു മലയാള ചിത്രം. സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലോക ചാപ്റ്റർ 1 ചന്ദ്രയാണ് ആ ചിത്രം. കൊത്ത ലോക എന്നാണ് ചിത്രത്തിന്റെ തെലുങ്ക് മൊഴിമാറ്റ പതിപ്പിന്റെ പേര്. വൻ പ്രതികരണമാണ് ചിത്രത്തിന് തെലുങ്കിൽ ലഭിക്കുന്നത്. തെലുങ്ക് പതിപ്പ് ഇതുവരെ നേടിയ കളക്ഷൻ എത്രയെന്ന് നോക്കാം. തെലുങ്കിലെ ട്രാക്കർമാരായ ട്രാക്ക് ടോളിവുഡിന്റെ കണക്ക് പ്രകാരം കൊത്ത ലോക ഇതുവരെ നേടിയിരിക്കുന്നത് 6,50,00,000 തെലുങ്കിൽ നിന്നുള്ള പല മീഡിയം ബജറ്റ് സിനിമകളും 10 കോടി കളക്ഷൻ നേടാൻ പ്രയാസപ്പെടുന്ന കാലത്ത് കൊത്ത ലോക ആ നേട്ടം സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണെന്ന് ട്രാക്ക് ടോളിവുഡ് അഭിപ്രായപ്പെടുന്നു. മലയാളത്തിനൊപ്പം ചിത്രത്തിന്റെ തെലുങ്ക്, തമിഴ് പതിപ്പുകളും ഇറങ്ങിയിരുന്നു. തമിഴ് പതിപ്പിനും മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ടെങ്കിലും മലയാളം കഴിഞ്ഞാൽ കളക്ഷന് മുന്നിൽ തെലുങ്ക് പതിപ്പാണ്. ഇന്നലെ ചിത്രത്തിന്റെ വിജയാഘോഷം നടന്നതും ഹൈദരാബാദിലാണ്. തെലുങ്കിലെ പ്രമുഖ നിർമ്മാണ വിതരണ കമ്പനിയായ സിത്താര എന്റർടൈൻമെന്റ്സ് ആണ് ചിത്രം തെലുങ്കിൽ എത്തിച്ചിരിക്കുന്നത്. തെലുങ്കിനെ അപേക്ഷിച്ച് ചെറിയ ബജറ്റിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ സാങ്കേതിക തികവിനെയും കല്യാണിയുടെ പ്രകടനത്തിനെയുമൊക്കെ തെലുങ്ക് പ്രേക്ഷകർ പ്രശംസിക്കുന്നുണ്ട്. അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇന്നലെ 100 കോടി ഗ്രോസ് പിന്നിട്ടിരുന്നു. മലയാളത്തിലെന്നല്ല മുഴുവൻ തെന്നിന്ത്യൻ സിനിമയിലും നായികാ പ്രാധാന്യമുള്ള ഒരു ചിത്രം 100 കോടി ക്ലബിലെത്തുന്നത് ആദ്യമായാണ്. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. ചിത്രം ഉത്തരേന്ത്യൻ പ്രേക്ഷകരും കണക്ട് ചെയ്താൽ മുന്നിലുള്ള ബോക്സ് ഓഫീസ് സാധ്യത പ്രവചനാതീതമാണ്. ദുൽഖറിന്റെ വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. വമ്പൻ ബജറ്റിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ രചനയും സംവിധായകൻ ഡൊമിനിക് അരുണിന്റേതാണ്. ലോക എന്ന പേരുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ചന്ദ്ര. UA സർട്ടിഫിക്കറ്റിനാണ് ചിത്രത്തിന്. മലയാളി പ്രേക്ഷകർ ഇതുവരെ കാണാത്ത ഒരു ഫാന്റസി ലോകമാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.